മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ അല്ലെങ്കിൽ ആരോടൊപ്പം ജീവിക്കാനാണ് മഞ്ജു ഇറങ്ങി വന്നത് എന്ന് കണ്ണനും മഹാലക്ഷ്മിയും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഇനിയും അവർ രണ്ടുപേരോടും എല്ലാം മറച്ചു വെക്കുന്ന തെറ്റാണെന്ന് തോന്നുന്ന മാർക്കോ, നിങ്ങൾ രണ്ടാൾക്കും അറിയാവുന്ന ആളോടൊപ്പം ജീവിക്കാനാണ് മഞ്ജു വീട് വിട്ട് ഇറങ്ങിയതെന്നും ഈ ഓഫീസിൽ തന്നെ മുൻപ് ജോലി ചെയ്തിരുന്ന സാഗറാണ് അതെന്നും മാർക്കോ പറയുന്നത് കേട്ട് നടുങ്ങുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും. മേഘൻ വൃത്തികെട്ടവനാണ്, ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനാണ്, അവനേക്കാളും പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നവനും അവരെ ചൂഷണം ചെയ്യുന്നവനുമാണ് സാഗർ. എനിക്കും ഇയാൾക്കും അവനെക്കുറിച്ച് നന്നായിട്ട് അറിയാം എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ സാഗർ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ വളരെ നല്ലവനാണെന്നും അന്ന് മേഘൻ അവനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചതാണ്. പണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിവൃത്തികേട് കണ്ട് എല്ലാം അവന് ചെയ്യേണ്ടി വന്നു. മഞ്ജുവിൻ്റെ ജീവിതം സാഗറിൻ്റെ കൂടെയാകുമ്പോൾ സുരക്ഷിതമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്നെല്ലാം മാർക്കോ സാഗറിന് വേണ്ടി സംസാരിക്കുമ്പോൾ, ഇല്ല സാഗറെ, അങ്ങനെ പണത്തിന് വേണ്ടിയിട്ട് പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നവനെയൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഞാനോ മാർക്കോയോ ആരെങ്കിലും പണം ഓഫർ ചെയ്താൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവരാണോ? ഒരിക്കലും നമുക്കൊന്നും അതിന് കഴിയില്ല. മേഘനെ പോലെ തന്നെ വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവനാണ് സാഗർ. എരുതിയിൽ നിന്നും വറചട്ടിയിലേക്ക് വീഴുന്ന അവസ്ഥയിലായിരിക്കും സാഗറിൻ്റെ കൂടെയുള്ള മഞ്ജുവിൻ്റെ ജീവിതം. ഒരു കാരണവശാലും മഞ്ജുവിൻ്റെ കഴുത്തിൽ അവൻ താലി കെട്ടരുത് എന്ന് കണ്ണനും പറയുന്നുണ്ട്. തുടർന്ന് മഹിയും പറയുന്നുണ്ട്, അതേ മാർക്കോ, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ മഞ്ജു ജീവിതത്തിൽ നേരിടേണ്ടി വരും. സാഗർ, അവനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ കണ്ണേട്ടനോടുള്ള പ്രതികാരം തീർക്കാൻ കൂടി വേണ്ടിയിട്ടായിരിക്കും അവൻ മഞ്ജുവിൻ്റെ മനസ്സിൽ കയറി പറ്റിയത് എന്നെല്ലാം കണ്ണനും മഹാലക്ഷ്മിയും ആവർത്തിച്ച് പറയുമ്പോൾ, കണ്ണൻ സാറും മഹാലക്ഷ്മിയും പറയുന്നതിൽ എപ്പോഴും എന്തെങ്കിലും കാര്യമുണ്ടാവും എന്ന് തന്നെ തോന്നുന്നുണ്ട് മാർക്കോയ്ക്ക്. ശേഷം മാർക്കോ ആയിട്ട് മഞ്ജുവിനെ നടുക്കടലിലേക്ക് തള്ളിവിടരുത് എന്ന് കണ്ണൻ പറയുമ്പോൾ, കണ്ണൻ സാറും മഹാലക്ഷ്മിയും പറഞ്ഞപ്പോൾ എനിക്കും ഇപ്പോൾ അവനെക്കുറിച്ച് ചില സംശയങ്ങൾ തോന്നുന്നു എന്ന് പറയുമ്പോൾ, എങ്കിലുടനെ മഞ്ജുവിനെ സാഗറിൻ്റെ അടുത്ത് നിന്നും രക്ഷിക്കണം, ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്ന് കണ്ണൻ പറയുമ്പോൾ, അയ്യോ സാറേ, ഒരു പ്രശ്നമുണ്ട്, അവർ രണ്ടുപേരും ഇപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കാണും. സാഗർ മഞ്ജുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാതെ ഞാൻ എങ്ങനെയെങ്കിലും മഞ്ജുവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ നേരെ തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് സീമന്തിനിയോടായിട്ട് മേഘൻ പറയുന്നുണ്ട്, ഞാൻ അമ്മ വരാൻ കാത്തിരിക്കുകയായിരുന്നു, അവളെ എവിടെയുണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. അച്ഛനും എൻ്റെ അതേ അഭിപ്രായം തന്നെയാണെന്ന് പറയുമ്പോൾ, നിങ്ങൾ അച്ഛനും മോനും കിട്ടിയതൊന്നും പോരെ, കണ്ണിൽ കണ്ടവരുടെ കൂടെ കറങ്ങി നടക്കുന്ന അവളെ ഇനി തിരിച്ചു കൊണ്ടുവന്നിട്ടും എന്തിനാണെന്നെല്ലാം സീമന്തിനി ചോദിക്കുമ്പോൾ, അങ്ങനെ എനിക്ക് അവളെ വിട്ട് കളയാൻ പറ്റില്ല അമ്മേ, എൻ്റെ ഭാര്യയായിട്ട് അവളെ നിലനിൽക്കണം, എങ്കിലേ കണ്ണൻ്റെ പകുതി സ്വത്തുക്കൾ നമ്മുടെ കയ്യിലെത്തൂ. മാർക്കോയോടൊപ്പം ഇറങ്ങിപ്പോയാലും അവൾക്ക് അവൻ്റെ കൂടെ ജീവിക്കാനൊന്നും കഴിയില്ല. കാരണം നിയമപ്രകാരം മഞ്ജു ഇപ്പോഴും എൻ്റെ ഭാര്യയാണ്, നിയമം എൻ്റെ കൂടെ നിൽക്കുമെന്നെല്ലാം മേഘം പറയുമ്പോൾ, എങ്കിലും അവൾ ആ വീഡിയോ പോലീസുകാരെ കാണിച്ചു കഴിഞ്ഞാൽ നിൻ്റെ വാക്കുകൾക്കൊന്നും പിന്നെ ഒരു വിലയും ഉണ്ടാകാൻ പോകുന്നില്ല. നിയമം എന്നും പെണ്ണിൻ്റെ കൂടെ നിൽക്കൂ, സ്വന്തം ഭാര്യയെ ചതിക്കുന്നവൻ്റെ കൂടെ താമസിക്കേണ്ടെന്നേ ഏത് കോടതിയും പറയൂ എന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഏതായാലും മാർക്കോയ്ക്കെതിരെ പോലീസിൽ ഞാനൊരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവും സാഗറും ലോപ്പസും കൂടി രജിസ്റ്റർ ഓഫീസിലെത്താണ്. മാർക്കോ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ, ഇനി കണ്ണൻ സാറിനോട് മാർക്കോ എല്ലാം പറഞ്ഞു കാണുമോ? അങ്ങനെയാണെങ്കിൽ കണ്ണൻ സാർ ഒരിക്കലും ഈ വിവാഹത്തിന് അനുവാദം തരാൻ സാധ്യതയില്ല, അത്രയ്ക്ക് വെറുപ്പുണ്ട് കണ്ണൻ സാറിന് എന്നോട് എന്ന് സാഗർ പറയുമ്പോൾ, നമ്മൾ എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു, പിന്നെ ഇനി മാർക്കോയെന്നല്ല ആര് തടഞ്ഞാലും ആർക്കും അത് തടയാൻ കഴിയില്ല എന്ന് മഞ്ജു പറയുന്നുണ്ട്. അങ്ങനെ രജിസ്റ്റർ ഓഫീസിലെ ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയാകുന്നുണ്ട്. തുടർന്ന് ചടങ്ങുകളിലേക്ക് കടക്കാം എന്ന് രജിസ്ട്രാർ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ മാർക്കോ അവിടെ എത്തുന്നുണ്ട്, മഞ്ജുവും സാഗറുമായിട്ടുള്ള വിവാഹം തടയാൻ വേണ്ടിയിട്ട്. മഞ്ജുവിനെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി സാഗറുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും തടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാർക്കോ വരുന്നത്. ഇതേ സമയം സാഗറാണെങ്കിൽ മഞ്ജുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ തുടങ്ങുന്ന ആ നിമിഷം തന്നെ നിർത്ത്, ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടേക്ക് കടന്നു വരികയാണ്. ഇത് കേൾക്കുന്ന മഞ്ജുവും സാഗറും ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഞ്ജു ചോദിക്കുന്നുണ്ട്, അത് പറയാൻ ചേട്ടൻ എന്താ അവകാശം? ഞങ്ങളെ തമ്മിൽ ഒരുമിപ്പിച്ചത് ചേട്ടനാണെന്നുള്ളത് ശരിയാണ്, എങ്കിലും ഈ വിവാഹം നിർത്താൻ പറയാനുള്ള ഒരു അവകാശവും അധികാരവും ചേട്ടനില്ല എന്ന് പറയുമ്പോൾ, കണ്ണൻ സാറിനോട് ഞാൻ സാഗറിൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു. കണ്ണൻ സാറിന് ഇപ്പോഴും സാഗറിനെ വിശ്വാസമില്ല. അന്ന്
മേഘനുമായിട്ട് മഞ്ജുവിൻ്റെ വിവാഹത്തെ എങ്ങനെയാണോ കണ്ണൻ സാർ എതിർത്തത്, ഇതിനെയും അങ്ങനെ തന്നെയാണ് കണ്ണൻ സാറും മഹാലക്ഷ്മിയും എതിർക്കുന്നത്. കണ്ണൻ സാറിന് മഹാലക്ഷ്മിക്കും എതിരായിട്ട് നടക്കുന്ന ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു സഹായവും ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല. മഞ്ജു കണ്ണൻ സാറിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കണം. ഇല്ലെങ്കിൽ കണ്ണൻ സാറിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ മേഘനെ ധിക്കരിച്ച് വിവാഹം കഴിച്ചതിൻ്റെ ഒരനുഭവം മഞ്ജുവിന് അറിയാലോ എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ, ഒരാളെ ഇഷ്ടപ്പെടാനും അതിനുശേഷം ഇഷ്ടപ്പെടരുത്, അയാളെ മറക്കണമെന്ന് പറയും. ഇതെന്താ നാടകമോ സിനിമയോ വല്ലതോ ആണോ? ജീവിതമല്ലേ? ഞാനും സാഗറും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിനെ തടുക്കാനായിട്ട് കണ്ണേട്ടനോ ചേട്ടനോ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശിയോടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത്. ഇതേ സമയം മേഘനാണെങ്കിൽ പോലീസുകാരെയും കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ മാർക്കോയെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യിപ്പിക്കണം, മഞ്ജുവിനെ തിരിച്ചു കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേട്ടോ മേഘൻ വരുന്നത്. അതായത് മാർക്കോയാണ് മഞ്ജുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് മേഘൻ വരുന്നത്. അപ്പോൾ അവിടെ എത്തുന്ന കാര്യങ്ങളെല്ലാം അറിയുന്ന മേഘൻ ശരിക്കും ഞെട്ടുന്നുണ്ട്. സാഗറാണ് യഥാർത്ഥത്തിൽ മഞ്ജുവിന് അടുപ്പമുള്ള ചെറുപ്പക്കാരൻ എന്നറിഞ്ഞ് മേഘൻ ശരിക്കും ഞെട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് മേഘൻ പറയുന്നുണ്ട്, എടി മഞ്ജു, നീ ഇവനെയാണോ വിവാഹം കഴിക്കാനായിട്ട് എന്നെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നത്? ഇവൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയാത്തത് കൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നീ പറയുന്നുണ്ടല്ലോ ഞാൻ ഒരു ഫ്രോഡാണ്, നിന്നെ പറ്റിച്ചവനാണ് എന്നൊക്കെ. ഇവൻ എന്നേക്കാൾ വലിയ ഫ്രോഡാണ്. ഇവനൊരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോണിലുള്ള സാഗറിൻ്റെ ആ ഭാര്യയുടെയും കുട്ടിയുടെയും ഒപ്പം നിൽക്കുന്ന ആ ഫോട്ടോയെല്ലാം മേഘൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മഞ്ജുവിന്. അപ്പോൾ അതോടുകൂടി സത്യങ്ങളെല്ലാം തന്നെ മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, മാത്രമല്ല കണ്ണനോടുള്ള പ്രതികാരവും തീർക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ജുവിനോടായിട്ട് സാഗർ അടുപ്പം കാണിച്ചതും അവളെ വിവാഹം കഴിക്കാനൊക്കെ തീരുമാനിച്ചതും അയാൾക്കൊരു ഭാര്യയും കുട്ടിയുണ്ട് എന്നുള്ള കാര്യമൊക്കെ മറച്ചു വെച്ചുകൊണ്ട്. അങ്ങനെ സാഗർ എങ്ങനെയാണോ മഞ്ജുവിൻ്റെ മുന്നിൽ മേഘൻ്റെ കള്ളങ്ങളെല്ലാം പൊളിച്ചടിക്കിയത്, അതുപോലെ തന്നെ മേഘനും ഇപ്പോൾ സാഗറിൻ്റെ കാര്യങ്ങളെല്ലാം മഞ്ജുവിൻ്റെ മുന്നിൽ തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും തെളിയിച്ചിരിക്കുകയാണ്. തുടർന്ന് എസ് ഐക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ മേഘനെക്കുറിച്ചും മേഘനോടൊപ്പം പോകണമെന്നും എസ് ഐ ഒരിക്കലും പറയുന്നില്ല. കാരണം അയാളുടെ ചതിയെക്കുറിച്ചും മഞ്ജു എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന എസ് ഐ, നീ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണല്ലേടാ, ഇത് നിൻ്റെ എത്രാമത്തെ വിവാഹം ആണടാ, നിനക്ക് ഇതുപോലെ എത്ര ബന്ധമുണ്ടടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സാഗറിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ കണ്ണനും മാർക്കോയും ഇടപെട്ട് വീണ്ടും സാഗറിൻ്റെ ആ ചതിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നുണ്ട്. പക്ഷേ മഞ്ജു വീണ്ടും മേഘനോടൊപ്പം പോകാനായിട്ട് തയ്യാറാവുന്നില്ല. തിരിച്ച് കമലേശ്വരത്ത് തന്നെ എത്തുകയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിലെ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്